ഒരിടത്തൊരിടത്ത് സോളിയും മോളിയും എന്ന പേരുള്ള 2 ആടുകളുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു. സോളി ഭയങ്കര ബുദ്ധിമതിയായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ സോളി ചെയ്യത്തുള്ളായിരുന്നു. എന്നാൽ മോളി നേരെ തിരിച്ചായിരുന്നു. ഭയങ്കര എടുത്തുചാട്ടക്കാരിയായിരുന്നു മോളി. അത് കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ പോയി ചെന്ന് ചാടുകയും ചെയ്യും. ഇവരെല്ലാ ദിവസവും പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുല്ല് തിന്നുകൊണ്ടിരുന്നപ്പോൾ ആരോ കരയുന്ന ഒച്ച കേട്ടു. ആരായി കരയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒച്ച കേട്ട സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ കണ്ട എന്താണെന്നോ, ഒരു കുറുക്കൻ കെണിയിൽപ്പെട്ട് കിടക്കുന്നു. കെണി കിടക്കുവായതുകൊണ്ട് കുറുക്കൻ ഇവരെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇവർ ധൈര്യപൂർവ്വം അവിടെ നിന്നു. കുറുക്കനപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ഇവരോട് പറഞ്ഞു, അയ്യോ, എന്നെ ഈ കെണിയിൽ നിന്നൊന്ന് രക്ഷിക്കണേ, അല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ചുകൊണ്ട് പോകും. ഇവരൊന്നും പറയാതെ അനങ്ങാതെ നിന്നു. കാരണം കെണിയിൽപ്പെട്ട് കിടക്കുവാണെങ്കിലും ആള് കുറുക്കനല്ലേ, മനസ്സിനകത്തവർക്ക് പേടിയുണ്ട്. കുറുക്കനപ്പോൾ ഇത് മനസ്സിലായി. അവന് ഇവരടുത്ത് പറഞ്ഞു, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. കുറുക്കൻ്റെ വിഷമം കണ്ടപ്പോഴേക്കും മോളിക്ക് പാവം തോന്നി. അവൾ ഉടനെ സോളിയുടെ അടുത്ത് പറഞ്ഞു, സോളി, അവൻ നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത്, അവനെ നമുക്ക് രക്ഷിക്കാം. ഉടനെ സോളി പറഞ്ഞു, വേണ്ട വേണ്ട, അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുവാണ്. രക്ഷപ്പെടുത്തി കഴിയുമ്പോഴേക്കും അവൻ നമ്മളെ പിടിച്ചു തിന്നും. ഇതൊന്നും കേൾക്കാനായിട്ട് മോളി തയ്യാറായില്ല. അവൾ വീണ്ടും സോളിയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം മോളിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറുക്കനെ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ടപ്പോഴേക്കും കുറുക്കന് ഭയങ്കര ആശ്വാസമായി. അവൻ ഇവരുടെ അടുത്ത് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുറുക്കനെ ഇവർ വീണ്ടും കണ്ടു. കുറുക്കൻ അവരുടെ അടുത്ത് വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. മോളിക്ക് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓരോ ദിവസവും കുറുക്കന് മോളിയെ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വലിയ കൂട്ടായി. സോളിക്ക് അപ്പോഴും ഇവനെ ഭയങ്കര സംശയമായിരുന്നു. അത് കാരണം അവൾ അവൻ്റെ അടുത്ത് വലുതായിട്ട് കൂട്ടുകൂടാനൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുറുക്കന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ല. ഭയങ്കരമായിട്ട് ഇവൻ വിശന്ന് തളർന്നിരിക്കുവാണ്. ക്ഷീണിച്ചിരിക്കുവാണെങ്കിലും പതിവ് പോലെ ഇവൻ മോളിയെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. മോളി ഇവനെ കണ്ടപ്പോഴേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്നു. ഇവൾ ഓടി വരുന്നത് കണ്ടപ്പോഴേക്കും കുറുക്കന് വായിക്കാത്ത വെള്ളം വന്നു. അവന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ അപ്പം തന്നെ പിടിച്ചു തിന്നാനാണ് കുറുക്കന് തോന്നിയത്. പക്ഷെ എന്ത് ചെയ്യും, ഇവർ ഭയങ്കര കൂട്ടുമല്ലേ. ഇവനെ കണ്ട ഉടനെ മോളി സംസാരം തുടങ്ങി. പക്ഷെ ഈ കുറുക്കന് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവൻ അവസാനം സഹി കെട്ടു. ഓ, കൂട്ടൊക്കെ ശരി തന്നെ, എന്തായാലും എൻ്റെ വിശപ്പ് മാറിയിട്ടുള്ള കൂട്ടൊക്കെ മതി. ഇന്ന് തന്നെ ഇവളെ പിടിച്ച് തിന്നണം. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇവളെ എങ്ങനെയെങ്കിലും സോളിയുടെ അടുത്ത് നിന്ന് മാറ്റണം എന്നീ കുറുക്കൻ തീരുമാനിച്ചു. അവൻ ഇവളോട് പറഞ്ഞു, നീ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ എൻ്റെ വീട്ടിലേക്ക് വാ. ഇത് കേട്ടപ്പോഴത്തേക്കിനും മോളിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. അവൾ പറഞ്ഞു, ശരി ശരി, ഞാൻ ഇന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് വരാം. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, നമുക്കിപ്പം തന്നെ പോയാലോ? അവൾ സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം സോളി കേൾക്കുന്നുണ്ടായിരുന്നു. അവക്കപ്പോഴേ മനസ്സിലായി കുറുക്കൻ്റെ സൂത്രമാണെന്ന്. സോളി മോളിയെ അവളുടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പതിയെ പറഞ്ഞു, മോളി, നീ അവൻ്റെ കൂടെ പോകല്ലേ, ഇതെല്ലാം അവൻ്റെ സൂത്രമാ, അവൻ നിന്നെ പിടിച്ചു തിന്നും. മോളിക്കിത് കേട്ടപ്പോഴേക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൾ ഉടനെ തിരിച്ചു പറഞ്ഞു, സോളി, എനിക്കറിയാം ഞാനും അവനും തമ്മിലുള്ള കൂട്ട് നിനക്കിഷ്ടമല്ല എന്ന്. ഇത്രയും നാളായിട്ട് അവൻ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അവൻ എൻ്റെ ശരിക്കുള്ള കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവൻ്റെ കൂടെ എന്തായാലും പോകും എന്ന് പറഞ്ഞ് മോളി കുറുക്കൻ്റെ കൂടെ അങ്ങ് പോയി. അങ്ങനെ അവർ കുറുക്കൻ്റെ ഗുഹയിൽ ചെന്നു. കുറുക്കൻ അവളെ വലിയ സന്തോഷത്തോടെ ഗുഹയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നീ ആദ്യമായിട്ട് വരുമല്ലേ ഇവിടെ, നിനക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാവേ, നീ ഇവിടെയൊക്കെ കണ്ടുകൊണ്ട് നിൽക്ക് എന്നും പറഞ്ഞ് ഇവൻ അവിടെ നിന്നങ്ങ് പോയി. മോളിയപ്പോൾ ഈ ഗുഹയ്ക്കകമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്.
കുറച്ച് കഴിഞ്ഞപ്പം ഈ കുറുക്കൻ മോളിയുടെ പുറകിൽ കൂടെ പയ്യ വന്ന് അവളെ തിന്നാൻ വേണ്ടി അവിടെ മേത്തേക്ക് എടുത്തു ചാടി. അപ്പോഴേക്കും നമ്മുടെ സോളിയാട് ഓടി വന്ന് ഈ കുറുക്കനെ തലയും കൊണ്ട് ഇടിച്ചിട്ട് ഇടി കൊണ്ട കുറുക്കൻ തെറിച്ച് താഴെ വീണു. മോളി ഈ ഒച്ചയെല്ലാം കേട്ടപ്പോഴേക്കും പേടിച്ചു വിറച്ചുപോയി. കുറുക്കൻ അനങ്ങാൻ വയ്യാതെ അവിടെ കിടക്കുവാണ്. സോളിയും മോളിയും കൂടെ ആ തക്കത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പം മോളിയപ്പോൾ സോളിയോട് ചോദിച്ചു, നീ എങ്ങനെ അവിടെ എത്തിയത്? സോളി പറഞ്ഞു, ഞാൻ നിങ്ങളറിയാതെ നിങ്ങളുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ തന്നെ വരുമെന്ന്. മോളിയപ്പം സോളിയോട് പറഞ്ഞു, നീ പറഞ്ഞത് നേരായിരുന്നു. അവനപ്പോൾ എന്നോട് കൂട്ടുകൂടിയത് എന്നെ പിടിച്ച് തിന്നാനായിരുന്നല്ലേ. എന്തായാലും തക്ക സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചു. നീ എന്നോട് ക്ഷമിക്കണം സോളി. സോളി പറഞ്ഞു, അതൊന്നും സാരമില്ല. ഇനിയെങ്കിലും നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യ്. എല്ലാവരെയും ഇങ്ങനെ വിശ്വസിക്കാൻ പോകല്ലേ. മോളി പറഞ്ഞു, ശരി, ഇനി ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ തിരിച്ചങ്ങ് പോയി. ഈ കുറുക്കനെ പിന്നെ സോളിയും മോളിയും കണ്ടിട്ടേയില്ല. എടുത്തു ചാടി നമ്മൾ ആരെയും വിശ്വസിക്കരുത്. എന്ത് കാര്യമാണെങ്കിലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാവുള്ളൂ.